ഹലോ ഗൈസ്, ഇത് നമ്മുടെ വീട്ടിലെ ശംഖുപുഷ്പമാണ്. ഈ ശംഖുപുഷ്പം 3 തരം ശംഖുപുഷ്പം എൻ്റെ വീട്ടിലുണ്ട്. ഒന്ന് ഡബിൾ പെറ്റലുള്ളത്, ഇത് ഡബിൾ പെറ്റലാണ്. നിറയെ ഉണ്ടായിരുന്നു, ഇപ്പം കുറഞ്ഞു വന്നു. പിന്നെ സിംഗിൾ പെറ്റലിൻ്റെയാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡായിരിക്കും ആ നീല, പിന്നെ സിംഗിൾ പെറ്റലിന്. പിന്നെ വൈറ്റാണ്, അതും സിംഗിൾ പെറ്റലാണ്. 3 ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാൻ നിറയെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് വീട്ടിലെ ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ചായ കുടിക്കണമെന്ന് തോന്നുന്നവർക്ക് നമുക്ക് ഇങ്ങനത്തെ ടീ കുടിക്കാം. കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ നല്ല മഴയുള്ള സമയങ്ങളിൽ ഈ ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇങ്ങനെ ഇരിക്കുക നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളാണ് ഉള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിനെ സാധാരണ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പീ എന്നും അല്ലെങ്കിൽ ബ്ലൂ പീ എന്നൊക്കെ പറയാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഭയങ്കര ഉത്തമമായിട്ടുള്ളൊരു സസ്യമാണിത്, നീലശംഖുപുഷ്പം. ഇതിൻ്റെ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന നീലച്ചായ ഭയങ്കര നല്ലതാണ്. സ്കിന്നിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണ്, സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. അങ്ങനെ ചർമ്മത്തിനും അതുപോലെ മുടിക്കുമൊക്കെ ആരോഗ്യം നൽകുന്ന ഇത് നമ്മൾ വേണ്ടാന്ന് വെക്കാൻ പാടില്ല. അതേപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികളുടെ ബുദ്ധിശക്തിയും പിന്നെ അതുപോലെ ഉദ്ധാരണ ശേഷിയൊക്കെ ഉണ്ടാക്കാൻ ഇത് വളരെ നല്ലതാണ്. മാനസികാരോഗ്യത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാനസികാരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭാശയത്തിൽ നിന്നുണ്ടാകുന്ന അമിതമായ രക്തസ്രാവമൊക്കെ തടയാനെ കൊണ്ട് ഇത് വളരെ നല്ലതാണ്. ഈ പൂവ് തേനിൽ ചായച്ച് പിന്നെ അത് കഴിക്കുന്നത്, അതുപോലെ പാലിൽ കാച്ചി കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ശരീരഭാരം കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്രയും ഗുണങ്ങളുള്ള ഈ ശംഖുപുഷ്പം, ഇത്രയും ചെറിയ ശംഖുപുഷ്പം നമ്മളത് വേണ്ടാതെ വെക്കുന്നത് ശരിയല്ല. അപ്പം നമ്മുടെ വീട്ടിലിതുണ്ടെന്നുണ്ടെങ്കിൽ, അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും അത് പറിച്ച് ഉണക്കി കണ്ടെയ്നറിനകത്താക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പം ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ കളറൊക്കെ മാറും. പക്ഷേ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം 3-4 ഇതിൻ്റെ പെറ്റലെടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കുക. അതിന് ശേഷം ഒരു 2 മിനിറ്റ് മതി, 2 മിനിറ്റ് തന്നെ വേണ്ട. എന്നിട്ട് അതിലേക്ക് തേനും അതുപോലെ നാരങ്ങാനീരും വേണമെങ്കിൽ ഒഴിച്ച് നമുക്ക്